മലയാളികൾ അധികം ആരും പോയിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, എന്നാൽ പോയിരിക്കേണ്ട ഒരു സ്ഥലം. പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ മേഘങ്ങളാൽ കൂടുകൂട്ടിയ മേഘമലയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. അപ്പോഴെങ്ങനെ നമുക്കൊന്ന് പോയി വന്നാലോ? നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴ്നാടിന്റെ കാശ്മീർ എന്നാണ് മേഘമല അറിയപ്പെടുന്നത്. അത്രയ്ക്കുണ്ട് കാഴ്ചകൾ ഇവിടെ ഏറെയും. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുമളി ബസ് സ്റ്റാൻഡിന് മുമ്പിലായിട്ടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കുമളി ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് പോകുന്നത് മേഘമലയിലേക്കാണ്. നമ്മുടെ മുമ്പിലായിട്ട് ഈ കാണുന്നതാണ് കേരള തമിഴ്നാട് ബോർഡർ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ബോർഡർ കടന്നു വേണം നമുക്ക് മേഘമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കമ്പത്തിനും തേനിയിലേക്കും ഒക്കെ തന്നെ നമ്മൾ ഈ ബോർഡർ താണ്ടി പോയിട്ടുണ്ട് അല്ലേ? കുമളിയിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിച്ചത് തിരുവല്ലയിൽ നിന്നാണ്. തിരുവല്ലയിൽ നിന്ന് എല്ലാ ദിവസവും വൈകിട്ട് 8 മണിക്ക് പുറപ്പെടുന്ന RSC 949 മധുര സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് ഞാനിന്ന് കുമളിയിൽ എത്തിയിരിക്കുന്നത്. ഏകദേശം വെളുപ്പിന് 1 മണിയോടുകൂടി ഞാൻ കുമളിയിൽ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി മേഘമല പോകാനായിട്ട് ഇവിടെ നിന്നും ഈ ബോർഡർ താണ്ടി തമിഴ്നാട്ടിലെ തേനി ജില്ലയിലുള്ള ചിന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തണം. ഞാൻ കേരള ബോർഡർ കഴിഞ്ഞിട്ട് ഇപ്പം തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത്. ഇത് കേരളത്തിൽ നിന്ന് 4:45 എടുക്കുന്ന, വെളുപ്പിനെ 4:45 എടുക്കുന്ന നമ്മുടെ സ്വന്തം KSRTC ആണ്. ഇത് കമ്പത്തിനേക്കാണ് സർവീസ് നടത്തുന്നത്. മേഘമലയിലേക്ക് പോകുന്ന എല്ലാവരും തന്നെ ഈ ബസ്സിൽ കയറി കമ്പത്തെത്തിയിട്ട് അവിടുന്നാണ് ചിന്നമന്നൂർ പോകുന്നത്. എന്നാൽ ഞാൻ ഈ ബസ്സിലല്ല പോകുന്നത്, മറിച്ച് ഞാൻ ഇന്ന് പോകുന്നത് തമിഴ്നാട് സർക്കാരിന്റെ ബസ്സിലാണ് കേട്ടോ. ഈ മഞ്ഞ പടക്കുതിരയില് ഇവൻ ഒരു 4:50 ഒക്കെ ആകുമ്പോഴത്തേനും സ്റ്റാൻഡ് പിടിക്കും. നല്ല അടിപൊളി ബസ്. ഏകദേശം 4:55 ആയപ്പോഴത്തേക്കും നമ്മുടെ ബസ് കുമളിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. 32 രൂപയാണ് ചിന്നമന്നൂർക്കായിരിക്കുന്ന ബസ് ഫെയർ എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നും കൂടുതലും സർവീസുകൾ കമ്പത്തേക്കാണ്. കമ്പത്തിറങ്ങിയതിന് ശേഷം ചിന്നമന്നൂരിലേക്ക് പോകണം. ഈ ബസ് ആകുമ്പോഴല്ലോ നേരിട്ട് ചിന്നമന്നൂരിലെത്താം. ഏകദേശം 50 കിലോമീറ്ററിനടുത്ത് ദൂരവും 1 മണിക്കൂറിലേറെ യാത്രയുമുണ്ട് ചിന്നമന്നൂരിലേക്ക്. ബോർഡർ താണ്ടി 4 ചോട്ടടി നടന്ന തമിഴ്നാടായി. അവിടെ നിന്നുണ്ടല്ലോ മധുരയ്ക്കും തേനിക്കും ഒക്കെ പോകുന്ന ബസ് നമ്മുടെ ചിന്നമന്നൂർ നിർത്തും. തമിഴ്നാട് പ്രൈവറ്റ് ബസ്സുകളും TNSTCയുടെ ബസ്സുകളും ഓരോ 1/2 മണിക്കൂറിലും ഇവിടുന്ന് സർവീസ് നടത്തുന്നുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ് രാവിലെ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുന്നത്. ഇവരിവിടെ പാടങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന ജലമാണ് ആ തോട് വഴി ഒഴുകി ഇവിടെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഇവരിവിടെ ഉപയോഗിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ലോവർ പെരിയാറും കഴിഞ്ഞ് കമ്പവും താണ്ടി ഇനി നമ്മൾ ചിന്നമന്നൂരിലേക്ക്. 6 മണിയോടടുത്ത് നമ്മളിപ്പം ചിന്നമന്നൂർ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ചിന്നമന്നൂർ ബസ് സ്റ്റാൻഡിന്റെ ഉൾവശം. മേഘമലയ്ക്ക് പോകേണ്ട എല്ലാ ബസ്സുകളും തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചിന്നമന്നൂരിൽ നിന്നാണ്. നമുക്ക് മേഘമലയിലേക്ക് പോകാനുള്ള ബസ് അവിടെയായിട്ടാണ് നിർത്തുന്നത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് അപ്പ് ആകാനായിട്ട് ഇവിടെയായിട്ട് കാണുന്ന ബാത്റൂം യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ബാത്റൂം. നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. നമ്മൾ 10:30ക്കുള്ള ബസ്സിലാണ് മേഘമലയിലേക്ക് പോകുന്നത്. ഇവിടെയായിട്ട് തമിഴിലെ ബസിന്റെ സമയ വിവരങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സമയമാണെങ്കിൽ ഇനി നമുക്ക് ധാരാളമുണ്ട്. സ്റ്റാൻഡിന്റെ മുൻഭാഗത്തേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഈ കാണുന്ന മെസ്സിൽ നിന്നുണ്ടല്ലോ നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഇവിടെ എല്ലാം തന്നെ ചുറ്റി നടന്ന് ഒന്ന് കണ്ടു. അടിപൊളി സ്ഥലമാണ് ചിന്നമന്നൂർ. ഏകദേശം 9:30 ആയിട്ടും നമ്മുടെ ബസ് സ്റ്റാൻഡ് പിടിച്ചിട്ടില്ല കേട്ടോ. ഏകദേശം 8:30യോടുകൂടി സ്റ്റാൻഡ് പിടിക്കേണ്ട ബസ്സാണ് നമ്മുടെ ബസ്. വീണ്ടും സമയം കടന്ന് 10:30യോളം അടുത്തു. നമ്മുടെ ബസ് ഇതുവരെയായിട്ടും സ്റ്റാൻഡ് പിടിച്ചിട്ടില്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം നമ്മുടെ ബസ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇന്ന് നമ്മൾ മേഘമലയിലേക്ക് പോകുന്ന ബസ്. ചെറിയൊരു മിനി ബസ് ആണ് അല്ലേ? തമിഴ്നാട് സർക്കാരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രൈവറ്റ് ബസ് മേഘമലയിലേക്ക് ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ സമയം 10:40 കഴിഞ്ഞിരിക്കുകയാണ്. ബസ് 8:30 എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ നേരത്തെ വന്നത്. നേരത്തെ വന്ന് സീറ്റ് പിടിക്കാമെന്ന് കരുതി. എന്നിരുന്നാല് ബസ് ഈ ടൈമിൽ വന്നപ്പോഴേ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇതാണ് ബസ്സിന്റെ ക്യാബിന്. ഞാനാണെങ്കിൽ ഈ വിൻഡോ സീറ്റിനടുത്ത് ഇവിടെയായിട്ടാണ് ഇരിക്കുന്നത്. സീറ്റൊക്കെ പിടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ബസ് എടുക്കും. ബസ് ഇപ്പോഴേ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇത് അശോകൻ, ഇദ്ദേഹമാണ് നമ്മുടെ ബസ്സിന്റെ സാരഥി. നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബസ് ചിന്നമന്നൂർ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനി നേരെ മേഘമലയിലേക്ക്. 10:55 ആയി കേട്ടോ നമ്മുടെ ബസ് ഇവിടുന്ന് എടുത്തപ്പോഴത്തേക്കിന്. പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത നിരയാണ് നമ്മൾ ഈ പോകുന്ന മേഘമല എന്നത്. ഏലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെ തന്നെ ധാരാളമായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ബസ് ചിന്നമന്നൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു പട്ടണമാണ് ചിന്നമന്നൂർ എന്നത്. ചെറു പട്ടണമായാലും ഇവിടെ ധാരാളം സ്വർണ്ണക്കടകളാണ് കൂടുതലായിട്ട് ഉള്ളത്. തമിഴ്നാട്ടിലേക്ക് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകൾ ഉള്ളത് നമ്മുടെ ഈ ചിന്നമന്നൂരാണ്. വിശ്വാസമായില്ലല്ലേ? വിശ്വസിച്ചേ പറ്റൂ. അത്രയ്ക്ക് സ്വർണ്ണക്കടകൾ നമുക്കിവിടെ കാണാം. ചിന്നമന്നൂരിൽ നിന്ന്
മേഘമലയും താണ്ടി ഇരവങ്കലയാറിലേക്കാണ് ഞാൻ പോകുന്നത്. ഏകദേശം 55 കിലോമീറ്റർ യാത്ര, 3 മണിക്കൂറോളം ദൈർഘ്യമേറിയ യാത്ര. ഇവിടുന്ന് നേരെ പോകുന്നത് കാമാശിപുരത്തേക്കിനാണ്. ഇവിടുന്ന് വലത് തിരിഞ്ഞ് റൈറ്റിലേക്കാണ് മേഘമലയ്ക്ക് പോകുന്ന വഴി. ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് തേൻപളനി മുരുകൻ ടെമ്പിളും ഉള്ളത്. ഇനി നമ്മൾ അതിമനോഹരമായ പാതയിലൂടെയാണ് പോകുന്നത്. ദേ അങ്ങ് ദൂരെ നമുക്ക് വിൻമില്ല് കാണാനായിട്ട് സാധിക്കും. കാറ്റാടി മരങ്ങൾ, നമുക്ക് കാറ്റാടി പാടങ്ങൾ ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. റോഡിന്റെ ഇരു സൈഡുകളിലായിട്ട് മരങ്ങൾ നിൽക്കുന്നുണ്ടോ, നല്ല ഭംഗിയാണല്ലേ ഇതുവഴി യാത്ര ചെയ്യാൻ. അങ്ങ് ദൂരെ പശ്ചിമഘട്ട മലനിരകളാണ് നമ്മൾ കാണുന്നത്. ദേ നമ്മുടെ തൊട്ടടുത്തായിട്ട് നമുക്ക് വിൻമിൽസ് ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. വെള്ളയമ്പൽപുരം എന്ന് പറയുന്ന ഗ്രാമമാണ് നമ്മൾ ദേ ഈ കാണുന്നത്. അതിമനോഹരമായ ഗ്രാമീണ അന്തരീക്ഷം, ചെറിയ ചെറിയ വീടുകൾ ധാരാളമായിട്ടുണ്ടല്ലേ, അതും ഓടക്കിയിട്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ തീരെ കുറവാണ്. ചിന്നമന്നൂർ ഒരു കാർഷിക നഗരം കൂടിയാണ്. ഇവിടെ ധാരാളമായിട്ട് വാഴയും മുന്തിരിയും അതുപോലെ തന്നെ കരിമ്പും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങ് ദൂരെ പശ്ചിമഘട്ട മലനിരകൾ, ദേ ഇങ്ങ് വാഴത്തോപ്പും തെങ്ങും തോപ്പും ഒക്കെ കടന്ന് നമ്മളുടെ യാത്ര ഇങ്ങനെ നീളുകയാണ്. എത്ര മനോഹരമായ കാഴ്ച അല്ലേ. ദേ നമ്മൾ ദേ മുന്തിരിത്തോട്ടമാണ് നമുക്ക് മുമ്പിൽ ദേ ഈ കാണുന്നത്. ദേ ഒരു വിൻമില്ലും കാണാം. ദേ ഇതാണ് തേൻപളനി മുരുകൻ ക്ഷേത്രം. ഇവിടെ തന്നെയാണ് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉള്ളത്. ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ വന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇത് ഞാൻ തിരിച്ചിറങ്ങുമ്പോഴുള്ള ചെക്ക് പോസ്റ്റിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ സ്വകാര്യ വാഹനത്തിൽ വരുമ്പോൾ നമ്മളെ നിർത്തി ചെക്ക് ചെയ്യും ഈ ചെക്ക് പോസ്റ്റിൽ. മദ്യം പോലുള്ള ലഹരി പദാർത്ഥങ്ങളോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഒന്നും തന്നെ ഇവിടെ നിന്ന് മേഘമലയിലേക്ക് ഇവർ കയറ്റിവിടില്ല. അങ്ങനെ ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. ചിന്നമന്നൂരിൽ നിന്ന് ഇരവങ്കലയാറ് വരെ 55 രൂപയാണ് ബസ് ഫെയർ ആകുന്നത്. രാവിലെ 6 മണി മുതൽ 5 മണി വരെ, വൈകിട്ട് 5 മണി വരെയാണ് നമുക്കിതുവഴി സ്വകാര്യ വാഹനങ്ങളിൽ ചെക്ക് പോസ്റ്റ് കടന്നു വരാനുള്ള അനുമതിയുള്ളത്. കൂടാതെ 1 ലിറ്ററിന്റെ മിനറൽ വാട്ടർ ബോട്ടിലുകൾ ഒന്നും തന്നെ കൊണ്ടുവരാതെ ഇരിക്കുക. അതെല്ലാം തന്നെ താഴെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചു വെക്കും. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം തീരെ കുറയ്ക്കുക, അതാണ് ഇവരുടെ ലക്ഷ്യം. തേൻപളനിയൊക്കെ കഴിഞ്ഞ് ഏകദേശം 18 ഹെയർപിൻ വളവുകൾ താണ്ടി ചെറുതും വലുതുമായ പശ്ചിമഘട്ട മലനിരകളൊക്കെ താണ്ടി താഴ്വാരങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മുടെ ബസ്സിൽ മല കയറുമ്പോൾ കിട്ടുന്ന ആ ഫീൽ ഉണ്ടല്ലോ, അടിപൊളി. ഇതൊക്കെ കണ്ട് മുകളിലെത്തുമ്പോൾ കിട്ടുന്ന ആ ഭംഗി വേറെ ഒരു ലെവലാണ്. തേയിലത്തോട്ടങ്ങളും മേഘങ്ങൾ നിറഞ്ഞ കുന്നുകളും ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളും നീർച്ചാലുകളും ഒക്കെ തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങ് മേഘമലയിലെ ചിന്നമന്നൂരിൽ നിന്നാണ് മേഘമലയിലേക്ക് ബസ്സുകളൊക്കെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചിന്നമന്നൂരിൽ നിന്ന് രാവിലെ 4:15 മേഘമലയ്ക്കുള്ള ആദ്യത്തെ ബസ് പുറപ്പെടുന്നത്. ഇതിനുശേഷം നമ്മളിപ്പം പോകുന്ന 10:30 ബസ്. ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12:40 അതുപോലെ തന്നെ 1:50 ശേഷം രാത്രി 8 മണിക്കുമാണ് ചിന്നമന്നൂരിൽ നിന്ന് മേഘമലയ്ക്കുള്ള ബസ്. 8 മണിയുടെ ബസ് ഇരവങ്കലയാറ് സ്റ്റേ ആണ്. മലയാളികളൊന്നും തന്നെ അധികം പോകാത്ത, ചെന്ന് കയറാത്ത സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ മേഘമല എന്ന് പറയുന്നത്. മൂന്നാറിനെയൊക്കെ വെല്ലുന്ന, ഗവിയെയൊക്കെ വെല്ലുന്ന കാഴ്ചകളാണ് നമ്മുടെ മേഘമലയിൽ നമുക്കായിട്ട് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ ഓരോന്നും ഒപ്പിയെടുക്കാനായിട്ട് ഞാൻ കഴിവതും ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നേരിൽ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് മേഘമല. അത്രയ്ക്കുണ്ട് മേഘമലയെ പറ്റി പറയാനായിട്ട്. ദേ ചുരം കയറും തോറും തണുപ്പും കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ഏറ്റവും ദുർഘടമായ പാതയിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകളുണ്ടല്ലോ, ഒരു രക്ഷയുമില്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഈ റൂട്ടും മേഘമലയും ഒക്കെ കാണാൻ. നമ്മൾ പോകുന്ന വഴിക്ക് പലയിടത്തായിട്ടും സൈൻ ബോർഡുകളൊക്കെ തന്നെയുണ്ട്. ആന ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്, മറ്റ് വന്യജീവികളൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സൈൻ ബോർഡുകളും സ്പീഡ് ലിമിറ്റിൻ്റെ ബോർഡുകളും ഒക്കെ തന്നെ നമുക്ക് പോകുന്ന വഴിയിലെല്ലാം തന്നെ കാണാം. ഇത് കൂടാതെ ആനപ്പിണ്ടവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സ്വകാര്യ വാഹനത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ സൈൻ ബോർഡ് നോക്കിയിട്ട് സ്ഥലത്തൊക്കെ ഇറങ്ങുന്നത് നന്നായിരിക്കും. ഇത് ആന വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. എന്നിരുന്നാൽ നമുക്ക് ഇവിടുന്ന് ആനയൊന്നും തന്നെ കാണാനായിട്ട് സാധിച്ചില്ല. എൻ്റെ ഭാഗ്യം അല്ലേ. ദേ ഈ എസ്റ്റേറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനി കാഴ്ചകൾ വേറെ ലെവലാകണം. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് വനത്തിനകത്തൂടെയാണ്. ഈ എസ്റ്റേറ്റില്ലേ, ഇപ്പം കഴിഞ്ഞ എസ്റ്റേറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വലിയൊരു കാടൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴേ ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച ദേ ഇങ്ങടുത്ത് പശ്ചിമഘട്ട മലനിരകളും തേയിലത്തോട്ടങ്ങളുമാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. ദേ ഇവിടെയാണെങ്കിലുണ്ടല്ലോ തോട്ടം തൊഴിലാളികളൊക്കെ തന്നെ വിശ്രമിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ദേ നോക്കിക്ക് എത്ര അതിമനോഹരമായ സ്ഥലത്തു കൂടിയാണ് നമ്മൾ മേഘമലയിലേക്ക് കടന്നു പോകുന്നത്.
വഴികളിലെ ഓരോ കാഴ്ചയും പുതിയ അനുഭവങ്ങളാണ്. ദേ നോക്കിക്കേ, അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ ഏറെയും. നമ്മൾ ഗ്യാപ്പ് റോഡിലൂടെയൊക്കെ, മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയൊക്കെ പോയിട്ടുള്ളവരാണ് കൂടുതലും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചയെക്കാട്ടിലും എത്രയോ ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത്രയ്ക്ക് വിശാലമായ തേയിലത്തോട്ടങ്ങളും താഴ്വാരങ്ങളും കുന്നുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മളുടെ മുമ്പിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ തന്നെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് ആവോളം ആസ്വദിച്ച് പിന്നീട് സമയമൊക്കെ ചിലവഴിച്ച്, ധാരാളം സമയമൊക്കെ ചിലവഴിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് പെയ്യെ യാത്ര തുടരാവുന്നതാണ്. നോക്കിക്കേ, എത്ര മനോഹരമായ ആ കാഴ്ച എന്നല്ലാതെ ഒന്നും തന്നെ പറയാനില്ലല്ലേ. ഇവിടെയൊക്കെ തന്നെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് ഫ്രെയിംസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 മണിക്കൂറുള്ള യാത്ര നമ്മുടെ സ്വകാര്യ വാഹനത്തിൽ വരികയാണെങ്കിൽ ഏകദേശം ഒരു 4-5 മണിക്കൂർ എടുത്തതിന് ശേഷമേ നമ്മൾ ഇരവങ്കലയാർ എത്തുകയുള്ളൂ. ബസ്സായതുകൊണ്ട്, ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സായതുകൊണ്ട് ഇവിടെ ഒന്നും തന്നെ നമ്മളെ നിർത്തി കാഴ്ചകളൊന്നും തന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വന്തം വാഹനത്തിൽ വന്ന നമുക്ക് ഇവിടെ എല്ലാം തന്നെ നിർത്തി കാഴ്ചകളൊക്കെ ആവോളം ആസ്വദിക്കാം. ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച അത്രയ്ക്ക് മനോഹരമാണ് അല്ലേ. നമ്മൾ ഏകദേശം 12 മണിയോട് അടുത്തിട്ട് മേഘമലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മേഘമല എന്ന് പറയുന്നത്. തോട്ടം തൊഴിലാളികളുടെ വീടുകളാണ്, ലയങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്ത്, പച്ച പുതച്ച് കിടക്കുന്ന താഴ്വാരത്ത് മേഘങ്ങളാൽ കൂടുകൂട്ടിയിരിക്കുന്ന മേഘമലയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് മേഘമല എന്ന ആ ചെറു ഗ്രാമം. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് മേഘമലയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ബസ് മേഘമലയിലേക്ക് എത്തുകയാണ്. ഇവിടെയുള്ള ഗ്രാമവാസികൾ ഏറെയും തന്നെ ആശ്രയിക്കുന്നത് നമ്മുടെ ഈ ബസ്സിനെയാണ്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ, ഇവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ ചിന്നമന്നൂരിൽ നിന്നും ഒക്കെ തന്നെ കൊണ്ടുവരുന്നത് നമ്മുടെ ഈ ബസ്സിലാണ്. അതുകൊണ്ട് നമ്മുടെ ബസ് എപ്പോഴും ഫുള്ളായിരിക്കും, ആളുകളാലും സാധനങ്ങളാലും കേട്ടോ. ഇവിടെയുള്ള ജനങ്ങളുണ്ടല്ലോ അത്രയ്ക്ക് നല്ലവരാണ്, നിഷ്കളങ്കരുമാണ്. അത് നമുക്ക് ഇവരോട് ഇടപെടുമ്പോൾ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. മേഘമലയിലെ ജനവാസ കേന്ദ്രമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബസ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഈ കാണുന്നതൊക്കെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ്. ഇവിടെ തന്നെ വലിയൊരു വോളിബോൾ കോർട്ടുമുണ്ട് വലതു സൈഡിലായിട്ട്. മേഘമലയിൽ നിന്ന് ഇരവങ്കലയാറിലേക്ക് 20 കിലോമീറ്ററും മഹാരാജമേട്ടിലേക്ക് 18 കിലോമീറ്ററും ഹൈവേ വീസ് എത്താനായിട്ട് 5 കിലോമീറ്ററുമാണ് ഉള്ളത്. നോക്കിയേ, നമ്മുടെ വലത് സൈഡിലായിട്ട് അതിമനോഹരമായ കാഴ്ചകളാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പുറത്ത് വലിയ കുന്നുകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് ഈ യാത്രയിൽ സാധിക്കുന്നതാണ്. ഈ പച്ച പുതച്ച് നിൽക്കുന്ന താഴ്വാരം കണ്ടോ, എത്ര മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വട്ടവടയിലൊക്കെ പോകുമ്പോൾ ഈ പുൽത്തകിടി പോലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ തന്നെ മൂന്നാറിൽ വട്ടവടയിൽ നമുക്ക് ലഭിക്കും അല്ലേ. അത്രയ്ക്ക് അടിപൊളിയൊരു സ്ഥലം കൂടെയാണ് ഈ മേഘമല റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ അടുത്തായിട്ട് നമുക്കൊരു നീർച്ചാല് കാണാനായിട്ട് സാധിക്കും. മഴക്കാലത്താണ് നമ്മൾ വരുന്നെങ്കിൽ ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കൊച്ചു കൊച്ചു അനവധി നീർച്ചാലുകളും ധാരാളം വെള്ളച്ചാട്ടങ്ങളും ഒക്കെ തന്നെ ഈ റൂട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ ഈ ബസ്സിൻ്റെ റൂട്ട് ചിന്നമന്നൂരിൽ നിന്ന് തുടങ്ങി തേൻപളനി ചെക്ക് പോസ്റ്റ് വഴി 18 ഹെയർ പിൻ വളവുകൾ വളഞ്ഞ് മേഘമലയിലേക്ക് എത്തുന്നു. ഇവിടെ നിന്ന് ഹൈവേ വീസ് ഡാമും ഹൈവേ വീസ് ടൗണും അപ്പർ മണലാറും എത്തി അവിടെ നിന്ന് നേരെ മണലാറ് കയറി മഹാരാജ് മേട് വഴി ഇരവങ്കലയാർ എത്തി ബസ് സർവീസ് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു 10 മിനിറ്റ് ബസ് ഹാൾട്ട് ചെയ്യുന്നതാണ്. പിന്നെയും തിരിച്ച് ചിന്നമന്നൂരിലേക്ക്. നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈവേ വീസ് ഡാമിൻ്റെ റിസർവയർ ആണ്. ഈ കാണുന്നതാണ് ഹൈവേ വീസ് ഡാം എന്ന് പറയുന്നത്. ഈ ഡാമിൽ നമുക്കൊന്നും കയറാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ, ലോക്കാണ്. ഇവിടെ നമുക്ക് ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ട് കേട്ട് പോകാം. നമ്മൾ ബസ്സിലല്ലാതെ മറ്റു വാഹനത്തിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് ഇറങ്ങി കാണാൻ, അകത്ത് കയറി കാണാൻ അനുവാദമില്ല. വലിയൊരു ഹെയർ പിൻ വളവൊക്കെ വളഞ്ഞ് നമ്മൾ നേരെ ഹൈവേ വീസ് ഡാമിൻ്റെ സ്പിൽവേയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ ബസ്സിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ നിർത്തും. ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ഹൈവേ വീസ് ഡാമിൻ്റെ സ്പിൽവേ. അത്രയ്ക്ക് മനോഹരമായ ഒരു ദൃശ്യ അനുഭവമാണ് നമുക്ക് ഹൈവേ വീസ് ഡാമിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് തോട്ടം തൊഴിലാളികളൊക്കെ തന്നെ ഇരുന്ന് വിശ്രമിക്കുന്ന കാഴ്ച നമ്മൾ പലയിടത്തും നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവർമാരെല്ലാം തന്നെ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർമാരാണ്. ക്ഷമയോടുകൂടിയാണ് അവർ
വാഹനം ഓടിക്കുന്നത്. യാതൊരുവിധ മത്സരബുദ്ധിയും ഇവർക്കില്ല. ഗ്രാമവാസികളുമായും നമ്മളുമായിട്ടൊക്കെ നല്ല സഹകരണമാണ് ഇവർക്കുള്ളത്. ബസ്സിനകത്തൂടെ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. അത്രയ്ക്ക് മനോഹരമായ കാഴ്ച. അങ്ങ് പർവ്വതനിര കാണാം, അതിന് താഴെ പുൽത്തകിടി, അത് നമ്മുടെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇവിടെയായിട്ടാണ് ഹൈവേ വീസ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ആ പിങ്ക് കളറ് ഹൈവേ വീസ് പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെ സമയം 12:20 നമ്മൾ ഹൈവേ വീസ് ടൗണിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്ന വലതുവശത്ത് കാണുന്നതാണ് ഹൈവേ വീസ് ഗ്രാമപഞ്ചായത്ത്. ഇവിടെ തന്നെയാണ് സ്കൂളും ആശുപത്രിയും എല്ലാം തന്നെ ഉള്ളത്. വലിയൊരു ഗ്രാമമാണ് നമ്മുടെ ഹൈവേ വീസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ബസ് ഉണ്ടല്ലോ ഒരു 10 മിനിറ്റ് നിർത്തിയിടും. ഇവിടെയാണ് നമ്മൾ ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. അപ്പം നമുക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ ഒക്കെ തന്നെ കണ്ടുവരാം. ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഇന്ന് ആഹാരം കഴിക്കുന്നത്. ഇവിടെ തന്നെ നമുക്കൊരു ജലാശയവും കാണാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഈ കാണുന്നതാണ് നമ്മൾ ആദ്യം കണ്ട ഗ്രാമപഞ്ചായത്ത് കെട്ടിടം. ഇവിടെ തന്നെയാണ് ഗസ്റ്റ് ഹൗസും ഉള്ളത്. നമുക്കിനി ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരാം. അത്രയ്ക്ക് നല്ല നല്ല സ്ഥലങ്ങളുണ്ടെന്നേ ഇവിടെ കാണാനായിട്ട്. ഈ കാണുന്നത് കണ്ടോ, ഈ ബസ്സിൽ വന്ന ആൾക്കാരാണ്. ഇതാണ് നമ്മൾ വന്ന ബസ്. നമ്മൾ ഇപ്പോഴും കാണുന്നത് പള്ളിയാണ് കേട്ടോ. ഇത് പൊളിഞ്ഞ അവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഗവൺമെന്റ് സ്കൂളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വന്നിറങ്ങിയ സ്ഥലവും ഹോട്ടലും അതാണ്. അതിമനോഹരമായ താഴ്വരയിൽ ഈ ജലാശയത്തിന് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് ഹൈവേ വീസ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടമാണ്. ഇത് തന്നെയാണ് മേഘമലയിലെ ഏറ്റവും നല്ല സ്റ്റേ ഓപ്ഷൻ. ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ മേഘമല യാത്രയിൽ ഇത് ഒരുപാട് ഉപകരിക്കുന്നതാണ്. ഇവിടെ നിന്നുണ്ടല്ലോ, റോഡിൽ നിന്ന് ഈ വഴി താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് ഈ ജലാശയത്തിൽ എത്താനായിട്ട് സാധിക്കും കേട്ടോ. അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ഇത് BSNL ടവറാണെന്ന് തോന്നുന്നു. ഇവിടെ BSNL മാത്രമേ റേഞ്ച് ഉള്ളൂ കേട്ടോ. മറ്റു ഒന്നിന് തന്നെ ഇവിടെ റേഞ്ച് ഇല്ല. ഇതാണ് നമ്മൾ വന്ന ബസ്. നമ്മുടെ ഈ ബസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ചിന്നമണ്ണൂരിൽ നിന്നാണെങ്കിൽ പോലും ഈ ബസ് സർവീസ് തുടങ്ങുന്നത് കമ്പത്ത് നിന്നാണ്. നമ്മൾ ഗവിക്കൊക്കെ പോകുന്ന അത്രയുള്ള ചെറിയൊരു ബസ് തന്നെയാണ് ഇവിടെയും ഇവർ ഉപയോഗിക്കുന്നത്. നമ്മൾ കഴിച്ച ഹോട്ടലിലെ ചെറിയൊരു ഹോട്ടലാണ്. എന്നിരുന്നാൽ പോലും ഇവരിവിടെ CCTV വെച്ചിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെ അല്ലേ. ആരും അതുകൊണ്ട് കളിപ്പിച്ചിട്ടൊന്നും പോകത്തില്ലല്ലോ. കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ബസ്സിലേക്ക് കയറി കേട്ടോ. സഞ്ചാരികളുടെ എണ്ണം തീരെ കുറവാണ് മേഘമലയിൽ. എന്നിരുന്നാൽ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നമ്മുടെ ബസ് എടുത്തിരിക്കുകയാണ്. അധികം ആളുകൾക്കൊക്കെ അറിയുന്നതും കുറച്ച് ആളുകൾ മാത്രം വരുന്നതുമായ തമിഴ്നാട്ടിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ മേഘമല. നമ്മുടെ മൂന്നാറിനെ വെല്ലുന്ന, ഞാൻ ഒന്നുകൂടെ പറയാണ്, മൂന്നാറിനേക്കാളും അടിപൊളി കാഴ്ചകളാണ് മേഘമലയിൽ ഒളിഞ്ഞിരിക്കുന്നത്. തണുപ്പും കോടയും വെയിലും മഴയും എല്ലാം തന്നെ സെക്കൻഡ് കൊണ്ട് മാറി മറിയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മേഘമല. സെപ്റ്റംബർ, ഡിസംബർ, ജാനുവരി ഒക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ നല്ല കോട പുതച്ച് നിൽക്കുന്ന മേഘമല നമുക്ക് കാണാനായിട്ട് സാധിക്കും. മഴക്കാലത്താണെങ്കിൽ നീർച്ചാലുകളിലൊക്കെ തന്നെ വലിയ വലിയ വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നത്. കേരളത്തിലായിരുന്നെങ്കിലേ മഴക്കാലം എന്നാണെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ജൂൺ ജൂലൈയിലൊക്കെ നല്ല മഴയായിരിക്കും ഇവിടെ ലഭിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളിലാണല്ലോ ഈ മേഘമല സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിനോട് അടുത്ത് തന്നെയാണ് ഈ മേഘമലയും ഉള്ളത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒന്നുണ്ട്, മലയോര റോഡുകളാണെങ്കിൽ പോലും നല്ല അടിപൊളി റോഡുകളാണ് തമിഴ്നാട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങ് ദൂരെയാണെങ്കിൽ പശ്ചിമഘട്ട മലനിരകളിൽ മഞ്ഞിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുവഴിയുള്ള യാത്ര നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല. കാരണം എന്താണെന്ന് പറയാം, നല്ല ക്ലൈമറ്റാണ്, നല്ല കാലാവസ്ഥയാണ്. ഇനി നമ്മൾ പോകുന്നത് അപ്പർ മണലാറിലേക്കാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് പ്രൈവറ്റ് വാഹനങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് അകത്തേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കത്തില്ല, കടത്തിവിടത്തില്ല. ചെക്ക് പോസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെയാണ്. ഇടുങ്ങിയ ചെറിയ വളവും തിരിവും ഒക്കെയുള്ള ഒരു ചെറിയ വഴിയിലൂടെ നമ്മുടെ ബസ് നീങ്ങിയാണ്. ഇരു സൈഡിലായിട്ട് കാഴ്ചകൾ ഏറെയാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വഴിയിലൂടെയാണ് നമ്മുടെ ഈ ബസ് ദിവസേന സർവീസ് നടത്തുന്നത്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ പ്രൈവറ്റ് ബസ്സും ഓടത്തില്ല, KSRTC ബസ്സും ഓടത്തില്ലായിരുന്നു ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ. എന്നാൽ ഇവിടെ ഉണ്ടല്ലോ ഡെയിലി ഈ ബസ് ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. വലിയ കാര്യം തന്നെ അല്ലേ. ഗ്രാമവാസികൾ ഏറെയും ആശ്രയിക്കുന്നത് ഈ ബസ്സിനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ സർവീസ് മുടക്കാതെ എന്നും തന്നെ ഇതുവഴി ഓടുന്നത്. നോക്കിക്കേ അങ്ങോട്ട്, തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ പെയ്യ നമ്മുടെ ബസ് ഇങ്ങനെ പോവുകയാണ്.
ഈ കാഴ്ച എത്രത്തോളം മനോഹരമായിരിക്കുമെന്ന് നമ്മളിവിടെ വന്ന് തന്നെ കണ്ട് അറിയേണ്ട ഒരു കാഴ്ചയാണ്. കണ്ണ് എടുക്കാനേ തോന്നാത്ത കാഴ്ച, അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ്. താഴെ ഒരു പള്ളിയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പർ മണലാറിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് ഗവൺമെൻറ് സ്കൂളിൻ്റെ കെട്ടിടമാണ് നമ്മളുടെ മുമ്പിലായിട്ട് ഈ കാണുന്നത്. ഇവിടെയൊക്കെ തന്നെ വരുമ്പോഴുണ്ടല്ലോ ബസ് നന്നായിട്ട് ഹോൺ അടിക്കും കേട്ടോ. ബസ് വന്നിട്ടുണ്ടെന്ന് എല്ലാവരും അറിയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഹെൽത്ത് ക്ലിനിക്കാണ്. തൊട്ട് താഴെയായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ ബസ് സർവീസ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ അങ്ങ് എൻഡ് വരെ പോകും. ഇവിടെ വലത് സൈഡിൽ മുകളിലായിട്ട് ലയങ്ങൾ ഒരുപാടുണ്ട്. ഈ വഴി കണ്ടോ, ഇരു സൈഡിലും മരം, ചെറിയൊരു വഴി. നല്ല രസമല്ലേ? നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മേഘമലയ്ക്ക് പോരെ. ഇതുവഴിയുള്ള യാത്ര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഇവിടെ ഈ സ്റ്റോപ്പിൽ നമ്മുടെ ബസ് നിർത്തും കേട്ടോ. ഇവിടെ വരെയുള്ളൂ അപ്പർ മണലാറിൽ നമ്മുടെ ബസ് സർവീസ് നടത്തുന്നത്. ഇവിടുന്ന് തിരിക്കും. വണ്ടി ഇവിടെ ഇട്ട് തിരിച്ചതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റത്തെ ബ്രേക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ധാരാളം ആളുകൾ അപ്പുറത്തെല്ലാം ഇറങ്ങിയതിനാൽ ഇപ്പം കുറവാണ് നമ്മുടെ ബസ്സിലെ ആൾക്കാരുടെ എണ്ണം തന്നെ. അങ്ങനെ നമ്മുടെ ബസ് 5 മിനിറ്റ് നിർത്തിയതിന് ശേഷം ഇവിടുന്ന് യാത്ര തുടരുകയാണ്. നമ്മുടെ മറു സൈഡിലെ കാഴ്ച ഇങ്ങനെയാണ്. താഴെ ജലാശയവും അങ്ങ് ദൂരെ പശ്ചിമഘട്ട മലനിരകളും ഒക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് നമുക്ക് അപ്പർ മണലാറിൽ നമ്മൾ ആദ്യം പോയ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാലം കടന്നിട്ട് നമ്മൾ പോകുന്നത് മണലാറിലേക്കാണ്. അവിടെ നിന്നും ഇരവങ്കലയാറിലേക്ക് നമ്മൾ പോകും. ഇവിടത്തുകാരുടെ വാഹനം ഒഴികെ പ്രൈവറ്റ് വാഹനങ്ങൾ ഒന്നും തന്നെ അപ്പർ മണലാറിലേക്ക് കയറ്റി വിടത്തില്ല കേട്ടോ. ഈ പാലം കഴിഞ്ഞാലുണ്ടല്ലോ മണലാറാണ്. പാലത്തിന് അക്കരെയായിട്ട് തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ലയങ്ങളും കടകളും പോസ്റ്റ് ഓഫീസുകളും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത്യാവശ്യം അടിപൊളി വലിയൊരു ഗ്രാമം. നമ്മൾ പോകുന്ന വഴിക്കുണ്ടല്ലോ അങ്ങ് ദൂരെ മലയിലായിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമായ കാഴ്ച. പച്ച പുതച്ചിരിക്കുന്ന താഴ്വരയിൽ വീടുകളൊക്കെ തന്നെ ലയങ്ങളാണ്. തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വെള്ള പൂശി നിൽക്കുന്ന കാഴ്ച അത്രയ്ക്ക് മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇതൊന്നും വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളാൽ അറിയത്തില്ല. ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയ നിമിഷം ഇതാണ് കേട്ടോ. ഒരുപാട് സഞ്ചാരികളും റൈഡേഴ്സും ഒന്നും തന്നെ വരാത്ത ഒരു പ്രദേശം കൂടെയാണ് ഈ റൂട്ട്. എങ്ങോട്ട് നോക്കിയാലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ ഇവിടെയെല്ലാം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. മരങ്ങൾ കണ്ടോ എത്ര ഭംഗിയാണ് അല്ലേ? താഴ്വരകൾ കണ്ടോ എത്ര ഭംഗിയാണ് അല്ലേ? നമ്മളുടെ ഈ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു പ്രധാന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മൾ പൊക്കത്തായതിനാലുണ്ടല്ലോ നമുക്ക് കാഴ്ചകളേറെയും ഇച്ചിരി ഉയരത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പം കാണുന്നത് ഒരു തേയില ഫാക്ടറിയാണ് കേട്ടോ. മരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ മൂടി നിൽക്കുന്നതിനാൽ നമുക്ക് അത്രയ്ക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ നമ്മുടെ ബസ് വെണ്ണിയാർ എത്തിയിരിക്കുകയാണ്. ഇവിടെയും ധാരാളം നമുക്ക് വീടുകളും ലയങ്ങളും ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് വെണ്ണിയാർ ബസ് സ്റ്റോപ്പ്. ഈ റൂട്ടിലെ ഓരോ കാഴ്ചകളും വ്യത്യസ്ത കാഴ്ചകളാണ്. അപ്പോഴേ ഞാൻ മഹാരാജമേട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ വന്ന ബസ് ഇരവങ്കലയാറിന് പോകും. ഇവിടുന്ന് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇരവങ്കലയാറിന്. ബസ് തിരിച്ചൊരു 2:30 കൂടി മഹാരാജമേട് ഈ സ്റ്റോപ്പിലെത്തും. അപ്പോഴത്തേക്കിനും നമ്മളിവിടെ ചുറ്റി നടന്ന് ഒന്ന് കാഴ്ചകൾ കണ്ടുവരാം. ഇതാണ് പ്രൈമറി സ്കൂളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇത് ബസ് സ്റ്റോപ്പും. ഇതാണ് മഹാരാജമേട് നമുക്ക് കാണാനുള്ളത്. ഇവിടുന്ന് നേരെയല്ല നമ്മൾ പോകുന്നത്. ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്ന മഹാരാജമേട് വ്യൂ പോയിന്റിലേക്കാണ്. ELVN ഇരവങ്കലാറിനായിരിക്കാം എഴുതിയിരിക്കുന്നത്. നമ്മുടെ ബസ് അങ്ങ് ദൂരെയായിട്ട് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ പ്രൈമറി സ്കൂളിൻ്റെ പുറകിലോട്ട് കിടക്കുന്ന ആ വഴിയെ നമ്മൾ ഇറങ്ങി വന്നിട്ട് അങ്ങ് ദൂരെയായിട്ടാണ് മഹാരാജമേട് വ്യൂ പോയിൻ്റ് ഉള്ളത്. അവിടെയായിട്ടാണ് നമുക്ക് എത്തേണ്ടത്. ഇപ്പം സമയം ഏകദേശം 1:50 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണ്. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെയാണ് ഇറങ്ങി നമുക്ക് അപ്പുറത്ത് റോഡിൽ എത്തേണ്ടത്. നടന്ന് മാത്രം പോകാവുന്ന ഇടുങ്ങിയ വഴിയാണ്. എന്ത് ഭംഗിയാണ് ഇവിടെ കാണാൻ നോക്കിയേ. തേയിലത്തോട്ടങ്ങളുടെ നടുവിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. ഇവിടെയാണെങ്കിൽ വെള്ളം മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ഒരു നീർച്ചാലുമുണ്ട്. അത് കടന്ന് ഇവിടുത്തെ ഭംഗിയേറെ ആസ്വദിച്ച് ഞാൻ ലയങ്ങളൊക്കെയുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വഴി കണ്ടോ, ഈ പാറക്കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ചെറിയൊരു വഴിത്താരയാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ് കേട്ടോ. ഈ വഴി ഇനി മുകളിലേക്ക് കയറണം. ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ താമസിക്കുന്നത് ഏറെയും തോട്ടം തൊഴിലാളികൾ തന്നെയാണ്. കണ്ടോ, അടുത്ത് കാണാൻ പറ്റും ലയങ്ങളെ. ഈ വഴി കണ്ടോ, എന്ത് രസമാണല്ലേ. കല്ലൊക്കെ ഇട്ട് പാകിയേക്കുന്ന വഴിത്താരയിലൂടെയാണ് ഞാൻ മുകളിലോട്ട് കയറിയെത്തുന്നത്.
അത്യാവശ്യം നല്ല പോലെ തന്നെ എന്നെ അണയ്ക്കുന്നുണ്ട്. ഇവിടെയായിട്ട് തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുകയാണ്. ഇവർ തേയില കട്ട് ചെയ്യുന്നതാണ്, അവരുടെ കൂടയിൽ കട്ട് ചെയ്ത് നിറയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇനി ഞാൻ റോഡിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ദൂരെ അവിടെ നിന്ന് പ്രൈമറി സ്കൂളിൻ്റെ ആ ബിൽഡിംഗ് ആണ് കാണുന്നത്, കെട്ടിടമാണ് കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി താഴ്വരയിലൂടെ ലയങ്ങളുടെ അതുവഴി കയറിയാണ് ഈ റോഡിൽ എത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് മഹാരാജ് മേഡ് ബസ് സ്റ്റോപ്പ്. ഇപ്പം ഇവിടെ ബസ്സുകളൊന്നും തന്നെ വരുന്നില്ല കേട്ടോ. ഇവിടെയായിട്ടും ലയങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ തന്നെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് കയറി മുകളിലേക്ക് എത്തിയാലാണ് മഹാരാജ് മേഡ് വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. സൈൻ ബോർഡിൽ ഇവിടെ തമിഴിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പ്രകൃതി സത്യത്തിൽ കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ ഒരു സ്ഥലമാണ്. സ്വർഗത്തിലെത്തിയ ഒരു ഫീലാണ് നമുക്കിവിടെ നിൽക്കുമ്പം കിട്ടുന്നത്. മുകളിലെത്തി അവിടുത്തെ കാഴ്ചകൾ ഞാൻ മുകളിൽ നിന്ന് കാണിക്കാം കേട്ടോ. ഇവിടെയും തമിഴിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കണ്ട് മനസ്സിലാവാതെ ഞാൻ ഈ മണ്ണിട്ട വഴിയിൽ, ഈ കല്ല് പാകിക്കുന്ന വഴിയിലൂടെ മുകളിലേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് താഴ്വാരത്തെ കാഴ്ചകൾ കണ്ടോ നിങ്ങൾ? എത്ര ഭംഗിയാണ് താഴ്വാരം കാണാനായിട്ട്. അങ്ങനെ അണച്ചും തല്ലിയും ഈ കയറ്റം മൊത്തം നമ്മൾ കയറേണ്ടതുണ്ട്. 30 രൂപയുടെ ടിക്കറ്റ് എടുത്തു. ഇവിടെ 30 രൂപയാണ് എൻട്രി ടിക്കറ്റ് ആകുന്നത്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് ലഭിക്കും കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് തന്നെ ഈ വഴിയാണ് കേട്ടോ. ഇത്രയും കയറിയപ്പോഴത്തേന് എന്നെ അണച്ച്. ഇവിടെ വേരൊക്കെ ഉണ്ട്, അപ്പം സൂക്ഷിക്കണം. മരത്തിൻ്റെ വേരൊക്കെ നിൽക്കുന്നത് സൂക്ഷിക്കണം. ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ട്രക്കിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ മഹാരാജ് മേഡ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നതിന്, ക്ഷീണിച്ച് വരുന്നവർക്ക് ഇരിക്കുന്നതിനായിട്ട് സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ. മേഘങ്ങളൊക്കെ തന്നെ എൻ്റെ കയ്യെത്തും ദൂരത്ത് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച എത്ര മനോഹരം. ഇനി ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടാകാം ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ തന്നെ. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ചെറു പട്ടണങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്നിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. മേഘങ്ങളൊക്കെ തലോടി നിൽക്കുന്ന കാഴ്ച. ഞാനേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ പറഞ്ഞു തരാം. ഈ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. ഇതിന് അടുത്തായിട്ട് തന്നെയാണ് സുരുളി വാട്ടർഫോൾസും ഉള്ളത്. ഗൂഡല്ലൂരും ചിന്നമന്നൂരും കമ്പവും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ തന്നെ ഇവിടെ ഇനിയും മുകളിലേക്ക് നമുക്ക് കയറി ആ വ്യൂ പോയിന്റ് വരെ പോവാം. അവിടെ ഒരു മുരുക ക്ഷേത്രവും ഉണ്ട് കേട്ടോ. അത് പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ നിന്നിട്ട് ആവോളം കാഴ്ചകൾ ആസ്വദിക്കുക. അതാണ് അങ്ങ് നോക്കിക്കേ. വലിയ പട്ടണങ്ങളൊക്കെ തീരെ ചെറുതായിട്ട് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. എത്ര മനോഹരമായ കാഴ്ചയല്ലേ. അടിപൊളി അന്തരീക്ഷത്തിൽ ഒരു പീസ്ഫുൾ മൈൻഡിൽ നമുക്കിവിടെ റിലാക്സ് ചെയ്യാം. എൻ്റെ ബസ് തിരിച്ചു വരാനുള്ള സമയമായി. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്കുള്ള പ്രവേശനം രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. 30 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട്. 2:15 അടുത്തു, 2:30ക്കാണ് എൻ്റെ ബസ്. എത്ര നിന്നാലും മതി വരാത്തൊരു അനുഭവമാണ് നമുക്കിവിടുന്ന് ലഭിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല കാറ്റൊക്കെ വീശി നല്ലത്. അപ്പോഴേ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇതുപോലുള്ള നിരവധി സ്ഥലങ്ങൾ നമുക്ക് മേഘമലയിൽ കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാൽ നമ്മുടെ വാഹനവുമായിട്ട് നമ്മൾ വരണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല മഴയ്ക്കുള്ള കോളുണ്ട്. കാറ്റ് വീശുന്നത് നമുക്കിവിടെ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കുവേ. നമ്മളെ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ അങ്ങ് ദൂരെയായിട്ട് പശ്ചിമഘട്ട മലനിരകളും മരങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെ തന്നെ കാണാം. കൂടാതെ അങ്ങ് ദൂരെ ജലാശയത്തിൻ്റെ സൗന്ദര്യവും ഇവിടെ നിന്ന് ആസ്വദിക്കാം. നമ്മൾ വന്ന ലയങ്ങളുടെ അടുത്തൂടെ തന്നെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. ഞാൻ ആ വഴി ഇങ്ങനെ നേരെ നടന്ന് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ കയറി അവിടെ നിന്നാണ് ബസ് വരുന്നത്. ഞാൻ നമ്മുടെ റോഡിൽ ഇവിടെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ ബസ് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ സ്റ്റോപ്പിൽ നമ്മുടെ ബസ് നിർത്തി കേട്ടോ. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഇവിടേക്ക് എത്തും. ഏകദേശം 2:30 കൂടിയിട്ട് നമ്മുടെ ബസ് ഈ സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഓടിത്തല്ലി വന്നതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ അണച്ചു. നിങ്ങൾ വരികയാണെങ്കിലുണ്ടല്ലോ, ഇതിന് പുറകെ 3:30 ഒരു ബസ് ചിന്നമന്നൂരിലേക്കുണ്ട്. ആ ബസ്സിൽ വന്നാൽ മതിയാകും. അങ്ങനെ ഞാൻ ബസ്സിന് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതിനകത്ത് ആളുകളുടെ എണ്ണം കുറവാണ് കേട്ടോ. ഈ ബസ് ചിന്നമന്നൂരിലേക്കും അവിടെ നിന്ന് കമ്പത്തിനേക്കുമാണ് പോകുന്നത്. നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലത്തിന് അടുത്തായിട്ട് തന്നെയാണ് കേരള തമിഴ്നാട് ബോർഡർ ഉള്ളത്. പെരിയാർ വന്യജീവി സങ്കേതം അടങ്ങുന്ന ആ ഭൂപ്രദേശം. അവിടെയായിട്ടാണ്
നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ട് വിട്ടത് ഓർക്കുന്നില്ലേ? ഇരവങ്കലയാറിൽ നിന്നാണ് ചിന്നമന്നൂരിലേക്ക് ഈ ബസ് പുറപ്പെടുന്നത്. നമ്മൾ ഈ കാണുന്നത് മുമ്പേ നമ്മൾ കണ്ടില്ലേ, ആ തേയില ഫാക്ടറിയാണ് ഈ കാണുന്നത്. ഇരവങ്കലയാറിൽ നിന്ന് മേഘമല വഴി ചിന്നമന്നൂരിലേക്കുള്ള ബസ്സിന്റെ സമയക്രമങ്ങൾ നമുക്ക് നോക്കാം. ദേ അപ്പോഴത്തേക്കിനും കണ്ടക്ടർ നമുക്ക് ടിക്കറ്റ് 49 രൂപയാണ് മഹാരാജമേട്ടിൽ നിന്നും നമ്മുടെ ചിന്നമന്നൂരിലേക്ക് എത്താനായിട്ടുള്ള ബസ് ഫെയർ എന്ന് പറയുന്നത്. ഇരവങ്കലയാറിൽ നിന്ന് രാവിലെ 5:30 ആദ്യത്തെ ബസ് ചിന്നമന്നൂരിലേക്ക് പുറപ്പെടുന്നത്. ഇതിനുശേഷം 7:15 ഉച്ചയ്ക്ക് ശേഷം 2:15 ലാസ്റ്റ് ഇവിടെ നിന്നുള്ള ബസ്സാണ് 3:15 ഇരവങ്കലയാറിൽ നിന്ന് ചിന്നമന്നൂർക്ക് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് 2:30 ബസ്സിലാണ്. 2:30 എന്ന് പറയാനായിട്ട് കാരണം നമ്മൾ കയറിയത് മഹാരാജമേട് നിന്നാണ്. പോകുന്ന വഴിക്ക് പാറകളൊക്കെ തന്നെ നമ്മുടെ മുകളിലേക്ക് വന്ന് വീഴുമല്ലോ എന്ന് നമ്മൾ പേടിച്ചാലും നമ്മൾ ഈ വഴി പോകും. കാരണം അത്രയേറെ ഭംഗിയാണ് ഇവിടം കാണാനായിട്ട്. ഹെയർപിൻ ബെൻഡുകളൊക്കെ തന്നെ വളഞ്ഞ് നമ്മൾ ഇനി പോകുന്നത് തേൻപളനിയിലേക്കാണ്. അവിടെ നിന്നും ചിന്നമന്നൂരിലേക്കും. എത്ര കണ്ടാലും മതി വരാത്തത്ര പ്രകൃതി സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മേഘമല. നമ്മുടെ ഈ യാത്രയിൽ മനസ്സിലായ കാര്യം അത് തന്നെയാണ്. വരുന്ന വഴിക്ക് ദേ നമ്മുടെ ബസ് ഈ തണൽ മരത്തിന്റെ ചോട്ടിൽ നിന്ന് നിർത്തി. ദേ ഇവിടെ നിന്ന് നമുക്ക് ഈ ചായക്കടയാണ് കേട്ടോ. ഇവിടെ നിന്ന് നല്ല അടിപൊളി ചെറിയ ഉഴുന്നുവടയും ചായയും കിട്ടും കേട്ടോ. ഈ അപ്പച്ചനും അമ്മച്ചിയുമാണ് ഈ ചായക്കട നടത്തുന്നത്. നല്ല അടിപൊളി ചായ കുടിച്ചിട്ട് നമുക്കിവിടെ വിശ്രമിക്കാം. ദേ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ദേ ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ ദേ നമ്മൾ തേൻപളനി ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് രാവിലെ 6 മണി മുതൽ മാത്രമേ മേഘമലയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കയറ്റി വിടത്തുള്ളൂ. 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് ശേഷം വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, മദ്യം പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒന്നുമായിട്ട് ഇവിടെ വരരുത്. ഇവിടെ വണ്ടി നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ മുകളിലേക്ക് കയറ്റി വിടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ കരുതുന്ന 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറില്ലേ, അതും മുകളിലേക്ക് കയറ്റി വിടില്ല. 5 ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ ആണെങ്കിൽ മാത്രമേ അവർ കയറ്റി വിടത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നമ്മളെ നിക്ഷേപിച്ചിട്ട് വേണം പോകാനായിട്ട്. ഈ കാണുന്നതാണ് തേൻപളനി മുരുകൻ ടെമ്പിൾ. ഏകദേശം 4:30 കൂടിയിട്ട് ദേ ഞാൻ ചിന്നമന്നൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഞാൻ നേരെ പോകുന്നത് ഇനി കമ്പത്തേക്കിനാണ്. കമ്പത്ത് നിന്നും നേരെ കുമളിക്കും. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തമിഴ്നാടിൻ്റെ പ്രൈവറ്റ് ബസ്സിൽ സഞ്ചരിക്കണമെന്ന്. പാട്ടൊക്കെ കേട്ട് നൈസായിട്ട് നമുക്കങ്ങ് പോകാം. ചിന്നമന്നൂരിൽ നിന്ന് കമ്പത്തേക്കിന് 15 രൂപയാണ് ടിക്കറ്റിന് ഫെയർ ആകുന്നത് ഒരാൾക്ക്. നല്ല അടിപൊളി യാത്ര. ദേ ഈ കാണുന്ന PRP ബസ്സിലാണ് നമ്മൾ ഇന്ന് കമ്പത്ത് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ നമ്മുടെ സ്വന്തം KSRTCയിലാണ് കുമളിയിലേക്ക് പോകുന്നത്. ഇവനെയാണ് നമ്മൾ രാവിലെ കണ്ടത്. ഇവിടുന്ന് 20 രൂപയാണ് കമ്പത്തേക്കിന് ടിക്കറ്റ് ആകുന്നത്. അങ്ങനെ ഞാൻ കുമളിയിലെത്തി ഒരു ചായയൊക്കെ കുടിച്ച് നിന്നപ്പോൾ നമ്മൾ പോകാനുള്ള നമ്മുടെ ബസ് വന്നു. കുമളിയിൽ നിന്ന് കോട്ടയം വഴി തിരുവനന്തപുരത്തേക്കിന് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്. സമയം 6:45 കഴിഞ്ഞിരിക്കുകയാണ്. 7 മണിയാകുമ്പോഴത്തേക്കിനും ഇവന് ഇവിടുന്ന് എടുക്കും. ഓരോ യാത്രയുടെയും അവസാനം മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രകൾക്ക് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങളെ ഒന്ന് കൂടെ കൂട്ടണേ. അപ്പോഴേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.